കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്ത് വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റും എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് മാത്രം രാഹുലിനെതിരെ ലഭിച്ചത് 6 പരാതികളാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും നടപടി ആവശ്യപ്പെട്ട പരാതി ലഭിച്ചിട്ടുണ്ട്. രാഹുലിനെതിരായ ആരോപണങ്ങളോട് കാത്തിരുന്ന് കാണണമെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുൽ രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യം ജനറൽ സെക്രട്ടറി ദുൽഫിഖിൽ പറഞ്ഞു. VD സതീശനും കടുത്ത നിലപാടിലാണ്. ആദ്യം സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക്. വെയിറ്റ് ആൻഡ് സീ എന്നതാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് ആ നടപടി? ഇത്രയും പ്രത്യക്ഷമായി തന്നെ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ എന്താണ് ആ നടപടി എന്നത് എല്ലാവരും തീർച്ചയായും വെയിറ്റ് ചെയ്യുക തന്നെയാണ്. രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസിൽ വിമർശനം ശക്തമാണ്. ആരോപണങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്നേഹ RV ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർക്കണം. ഇതൊന്നും കേട്ടിരിക്കേണ്ട ഗതികേട് യൂത്ത് കോൺഗ്രസിലെ വനിതകൾക്കില്ലെന്നും സ്നേഹ തുറന്നടിച്ചു. എന്റെ പൊന്ന സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇത് ഒറ്റയവരോട് എന്ന് പറയുക, എന്നോടല്ല ഇത് പറയേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു വനിത, ഞാൻ ഉറച്ചു തന്നെ സംസാരിക്കും. ഇനി ഇതിന്റെ പേര് എന്നോട് ആർക്ക് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല. ഇന്നലെ ഈ വോയിസ് ഞാൻ പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ പലരും വന്ന് പറയും, പല നേതാക്കളെയും അല്ലെങ്കിൽ എന്തിന് പ്രസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ വരെ അവർ ആരോപണം ഉന്നയിക്കും എന്ന് പറഞ്ഞിരുന്നോ കഴിഞ്ഞ ദിവസം വോയിസിൽ? ഇപ്പൊ എന്താ ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കണ്ടപ്പോൾ വേറെ ഏതോ ഒരു എഴുത്തുകാരി അവർ പറയുന്നു, ഈ പ്രസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകളെ സമ്മതിക്കണം, അല്ലെങ്കിൽ അവരെ ഓർത്ത് എന്തോ ഒരു അവരോട് സഹതാപം തോന്നുന്നു. ഇതൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നും യൂത്ത് കോൺഗ്രസിലെ വനിതകൾക്ക്, ഞാൻ എന്റെ കാര്യം പറയാം, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ പറയാൻ ഒരു വോയിസിലെ പിന്നെ എന്തിനാ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനാണോ ഇങ്ങോട്ട് വന്നേക്കുന്നത്? കെട്ടിക്കേറി അല്ലല്ലോ. കുറെ ആയതുകൊണ്ട് പറയാൻ ഞാൻ വേറെ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ DYFIയുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പത്രക്കാർക്ക് വിളിച്ച് ബൈറ്റ് കൊടുക്കുകയോ അല്ല ചെയ്തത്. ഞാൻ ഒഫീഷ്യലി സംസാരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിലാണ്. ഇതിൽ നിന്ന് ആരാ ഇത് ഒറ്റ കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഒറ്റ കൊടുത്തവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇയാൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാനൊരു പെണ്ണാ, മനസ്സിലായോ? ഞാനും ഈ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ആരോപണം ഉണ്ടാക്കുമ്പോൾ അത് ഞങ്ങളെയും കൂടെ ബാധിക്കും, മനസ്സിലായോ? അതുകൊണ്ട് സംസാരിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഇതിന്റെ വലിയ കാര്യമുണ്ടോ സ്നേഹം എന്നൊന്നും എന്നോട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ RV സ്നേഹയുടെ ശബ്ദമാണ് കേട്ടത്. യുവ MLA-ക്കെതിരായ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം നടി റിനി ആൻ ജോർജ് സമാന അനുഭവം നേരിട്ട് ഒരുപാട് പേരുണ്ടെന്നും ഭയം കൊണ്ടാണ് ആരും പുറത്ത് പറയാത്തതെന്നും റിനി പറഞ്ഞു. വെളിപ്പെടുത്തലിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും റിനി ആൻ ജോർജ് പ്രതികരിച്ചു. ഉണ്ടായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ്. മോശമായ സന്ദേശങ്ങൾ അയച്ചു. അതിനുശേഷം ഇങ്ങനെ ഹോട്ടലിലേക്ക് വരൂ, കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതൊക്കെയാണ് മോശം സന്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഞാൻ ചില സംഭാഷണങ്ങളിൽ ഞാൻ വല്ലാതെ ഫയർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഫയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സൗഹൃദം, നല്ല മാന്യമായ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില ഉപദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോളൂ, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. ഇനി നിയമപരമായി നീങ്ങിയാൽ പോലും അത് എനിക്കറിയില്ല സ്ത്രീകൾക്ക് ഫേവറായിട്ടാണോ ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അത് ഞാനിതാ പറഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തര ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ആ പ്രസ്ഥാനവും നമ്മുടെ സമൂഹവും തീരുമാനങ്ങൾ എടുക്കണം. കൂടുതൽ പേർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പേർ രംഗത്തെത്തുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു ശബ്ദ സന്ദേശം. ഇത് ഒരു മാധ്യമ പ്രവർത്തകയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ശബ്ദ സന്ദേശമാണ് എന്നതാണ് വിവരങ്ങൾ. നമുക്ക് ആ ശബ്ദം കേൾക്കാം.
നോക്കൂ. ഞാനത് ഏക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് പിന്നെ അങ്ങനെ അത് വളരുന്നേ? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ലയോ? തന്ത ഇല്ലാതെ ഒരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ നോക്കൂ. ഞാനത് ഏക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് പിന്നെ അങ്ങനെ അത് വളരുന്നേ? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ലയോ? തന്ത ഇല്ലാതെ ഒരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ നോക്കൂ. ഞാനത് ഏക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് പിന്നെ അങ്ങനെ അത് വളരുന്നേ? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ലയോ? തന്ത ഇല്ലാതെ ഒരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ